സെലീമിനെ കൊണ്ട് ഇപ്പൊ വണ്ടി എടുക്കും. നിന്നെ കട്ടപ്പ അടിമയാക്കി കൂട്ടിയതല്ലേ നിന്നെ. തീ വേണം, ഇങ്ങനെയുള്ള തീയതിനാണ് ഭയങ്കര ആൾക്കാരുണ്ടാവുക. കാരണം TG ഹള്ളി ഡാം അഥവാ തിപ്പനഗൊണ്ടഹള്ളി ഡാം ബാംഗ്ലൂരിൽ നിന്നും 40 കിലോമീറ്ററോളം മാറി മഗടി ഭാഗത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ 4 താലൂക്കുകളിലായി 1500 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിലാണ് ഈ ഡാം നിലനിൽക്കുന്നത്. നെലമംഗല, ദേവനഹള്ളി, മഗടി, ബാംഗ്ലൂർ എന്നിവയാണ് 4 താലൂക്കുകൾ. ഒരു സമയത്ത് ബാംഗ്ലൂരിലേക്കുള്ള വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഡാം ഉണ്ടാക്കിയത് തന്നെ. 1933 ഈ ഡാം ഓപ്പറേഷനിലാകുന്നത്. പക്ഷേ കാലക്രമേണ ഇതിൻ്റെ പ്രതാപമില്ലാതായി. ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ടാണ് ഈ ഡാം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു മലയുടെ മേലേക്കാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ക്യാമ്പിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റാക്കിയിരുന്നു. ടെൻറ്റിലല്ല, ഇന്ന് കാറിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ബെഡ്, കസേര, പിന്നെ കുക്കിങ്ങിന് വേണ്ട പച്ചക്കറികൾ, മസാല, പിന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം, സ്റ്റൗ, പിന്നെ കുക്കിംഗ് ടേബിളെല്ലാം ബാക്കിയുള്ളവർ കൊണ്ടുവരും. ഈ കണ്ട സാധനം മുഴുവൻ വണ്ടിയിൽ കയറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഉച്ചയ്ക്ക് 2:15. ഉള്ളി മറന്നുപോയത് കാരണം ഉള്ളി വാങ്ങാൻ ഒരു കടയിൽ കയറി അതും വാങ്ങി നേരെ നൈസ് റോഡിലേക്ക് വിട്ടു. മഗടി റോഡ് വഴിയാണ് ഈ പറഞ്ഞ ഡാമിലേക്ക് നമ്മൾ പോകേണ്ടത്. ബാംഗ്ലൂരിൽ നിന്നും 44 കിലോമീറ്ററാണ് ഈ ഡാമിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. നൈസ് റോഡ് വഴി കയറി മഗടി റോഡ് എക്സിറ്റ് എടുത്ത് നേരെ മാപ്പ് നോക്കി പോയാലും മതി. ഞങ്ങൾ ക്യാമ്പ് ചെയ്ത ഭാഗത്തേക്ക് എല്ലാ വണ്ടികളും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയുള്ള വണ്ടികളാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാണെങ്കിലും നമുക്ക് പോവാം. ഞങ്ങൾ 4 വണ്ടികളിലായി 6 പേരാണ് ഇന്ന് പോകുന്നത്. മഗാടി എക്സിറ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞ് ഞങ്ങൾ മീറ്റ് ചെയ്തു. ഒരു ചെറിയ ലഞ്ചൊക്കെ കഴിച്ചു. ആവശ്യത്തിനുള്ള പെട്രോളും ഒക്കെ അടിച്ച് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഞാൻ ഒറ്റക്കാവുണ്ട് എന്നും പറഞ്ഞ് കൊയ്യപ്പൻ എൻ്റെ കൂടെ കയറി. ടർബോ ക്ലീൻ കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, GMൻ്റെ പജറ പഴ ലോറി പോകുന്ന പോലെ പുകയൊക്കെ വിട്ട് പോകുന്നുണ്ടായിരുന്നു. മഗടി റോഡ് 4 വരി പാതയാകുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നല്ല പൊടിയും റോഡിലൊക്കെ പൊളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ വില്ലേജിനകത്തേക്ക് കയറും. അവിടെ നിന്നും വലത്തോട്ട് മാറി ഒരു റോഡിൽ കയറി മാപ്പ് നോക്കി പോയാലും മതി. ഇത് മെയ് ആയതുകൊണ്ട് മെയ് ഫ്ലവർ മരങ്ങളൊക്കെ ഫുള്ള് ചുവപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് തന്നെ അധികം പച്ചപ്പൊന്നുമില്ല. പോണ വഴിക്കൊക്കെ ഫുൾ കൃഷിസ്ഥലങ്ങളാണ്. ചോളവും വാഴയും തെങ്ങും പപ്പായും അങ്ങനെ ബാംഗ്ലൂരിനെ തീറ്റിപ്പറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലിവിടെ ആദ്യം വന്നിട്ടുള്ളത് ജുപ്പിയാണ്. അതുകൊണ്ട് പുള്ളിയാണ് മുന്നിൽ പോകുന്നത്. ഒരു വില്ലേജിനകത്ത് കൂടെ വേണം നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസർവോയറിന് ചുറ്റും മലകളാണ്. പിന്നെ 1500 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിനും പിക്നിക്കിനും ഒക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഡാമിന് ചുറ്റുമായിട്ടുണ്ട്. ഇവിടെ ജൂപ്പി മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാപ്പ് നോക്കി ഒരു സ്ഥലം നോക്കി പിൻ ചെയ്ത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഈ വില്ലേജ് കഴിഞ്ഞ് ഉടൻ തന്നെ റോഡ് 2 ആവും. ഇടത്തോട്ട് പോയാൽ ഓഫ് റോഡ് പോയിട്ട് വണ്ടിയുടെ കേപ്പബിലിറ്റിയൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. വലത്തോട്ട് പോയാലാണ് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം. ഇതിൽ 4x4 ഇല്ലാത്തത് എൻ്റെ ഡസ്റ്ററിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ അതൊരു കുറവായിട്ട് തോന്നും. പിന്നെ എനിക്ക് അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്തതുകൊണ്ട് ഞാനും വിട്ട് കൊടുക്കാതെ കൂടെ പോയി. ഭാഗ്യത്തിന് അടിയൊന്നും തട്ടിയിട്ടില്ല. പിന്നെ എല്ലാവരും വണ്ടിയിലായതുകൊണ്ട് പോണ വഴിക്കുള്ള കഷ്ടപ്പാടൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അത് കയറി ചെല്ലുന്നത് ഒരു ചെറിയ കുന്നിൻ്റെ മേലേക്കാണ്. നല്ല ചരലും കല്ലുമാണ് അതിൻ്റെ വഴിയിൽ. എനിക്ക് മൊമെൻറ്റം ഇല്ലാതെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ശേഷമുള്ള മലയിലേക്ക് ഞാൻ എൻ്റെ വണ്ടി കയറ്റിയില്ല. അതിപ്പോൾ ഒരു ചെറിയൊരു വിഷമമായിട്ടൊക്കെ തോന്നുന്നു. ചിലപ്പോൾ കയറുമായിരിക്കും. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഈ വഴിയുടെ ബുദ്ധിമുട്ട് എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്നറിയില്ല. എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ തൊട്ട് മുന്നിലുള്ള മലയിൽ നിർത്തി കൂടെയുള്ള 4x4 വീഗന്മാർ തൊട്ടടുത്തുള്ള മറ്റൊരു കുന്നുകൂടെ ഓടിച്ചു കയറ്റി. ഒരുപാട് കല്ലും പാറയും ഒന്നും അല്ല ഇവിടുത്തെ ഭൂപ്രകൃതി. നല്ല ഉറപ്പില്ലാത്ത ചരലാണ്. പിന്നെ കുത്തനെയുള്ള കയറ്റും.
മൊമെൻ്റ് എടുത്ത് ഓടിച്ച് കയറ്റാനുള്ള സ്ഥലവുമില്ല. ഈ 4x4 ക്രൗൾ ചെയ്ത് കയറുമ്പോൾ ഈസി ആയിട്ട് കയറാൻ പറ്റും. ഈ തിപ്പുകൊന്നഹള്ളി ഡാമിനൊരു കഥയുണ്ട്. പണ്ട് ബാംഗ്ലൂരിൻ്റെ ജലസ്രോതസ്സായ ഹെസർഗട്ട ടാങ്ക് 1922 സമയമാകുമ്പോഴേക്കും വറ്റിപ്പോയി. തൊട്ടടുത്ത വർഷങ്ങളിലായിട്ട് മഴയുണ്ടായിരുന്നില്ല. അങ്ങനെ ബാംഗ്ലൂർ ഒരു വരൾച്ചയിലായിരുന്നു. ആ സമയത്ത് ഈ വരൾച്ച നേരിടാൻ വേണ്ടിയിട്ട് അർക്കാവതി നദിയിലായി ഉണ്ടാക്കിയ ഒരു ഡാമാണ് ഈ TG ഡാം. ആ കാലത്ത് ഇതിൻ്റെ സൂപ്പർവിഷൻ ചെയ്തത് സർ എം വിശ്വേശ്വരയൊക്കെ ആയിരുന്നു. അങ്ങനെ 1933 ആയപ്പോഴേക്കും ഈ ഡാം ബാംഗ്ലൂരിലേക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കാനുള്ള ഒരു പ്രാപ്തിയിലെത്തിയിരുന്നു. ബാംഗ്ലൂരിൻ്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നടക്കുമ്പോൾ കരണ്ട് കാവേരിയിൽ നിന്നും ഈ അർക്കാവതി നദിയിൽ നിന്നും വെള്ളവും എന്നായിരുന്നു പ്ലാന്. അങ്ങനെ ഒരു 40 വർഷത്തോളം ബാംഗ്ലൂരിൻ്റെ ജലസ്രോതസ്സായിരുന്നു ഈ ഡാം. 1970കളിൽ അർക്കാവതി നദിയിൽ വെള്ളം കുറയുകയും പിന്നെ കാവേരിയിൽ നിന്നുള്ള വെള്ളം ബാംഗ്ലൂർ എത്തിക്കാനുള്ള പരിപാടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് ഒരു വലിയ ബിൽഡറിന് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അനുമതി കൂടി ഈ ഡിസ്ട്രിക്ട് കമ്മീഷണർ കൊടുത്തിരുന്നു. പക്ഷേ ആ പ്ലാന് ഈ ഡാമിൻ്റെ ചുറ്റുവട്ടത്തുമായിരുന്നു. നാട്ടുകാരും കോടതിയൊക്കെ ഇടപെട്ട് ആ പ്രൊജക്റ്റ് പിന്നെ തടഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ബാംഗ്ലൂർ വലുതായി, ഇൻഡസ്ട്രീസ് ഒരുപാടായി, ഈ അർക്കാവതി നദി മലിനമാക്കപ്പെട്ടു. അങ്ങനെ ഈ ഡാമിലെ വെള്ളം ഉപയോഗശൂന്യമായി. അപ്പോഴേക്കും കാവേരി വെള്ളം ബാംഗ്ലൂർ എത്തിക്കാനുള്ള വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം വന്ന് ഈ ഡാമിൻ്റെ പ്രാധാന്യം ഇല്ലാതായി. കൂടാതെ ക്വാറികളും പീനിയ പോലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള മാലിന്യങ്ങളും വന്ന് അർക്കാവതി നദി മരണപ്പെട്ടു എന്ന് തന്നെ പറയാം. ബാംഗ്ലൂരിൻ്റെ വികസനത്തിൽ ഇല്ലാതായ 2 കാര്യങ്ങളാണ് ഈ അർക്കാവതി നദിയും പിന്നെ ഹെസർഗട്ട ഗ്രാസ്ലാൻഡും. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു കച്ചിത്തുരുമ്പ് എന്താണെന്ന് വെച്ചാൽ ഈ TG ഹള്ളി ഡാമിലേക്കുള്ള വെള്ളം അർക്കാവതി നദിയിൽ നിന്നും എടുക്കാതെ 250ഓളം കിലോമീറ്റർ ദൂരെയുള്ള നേത്രാവതി നദിയിൽ നിന്നും എടുത്ത് ഈ ഡാം വീണ്ടും ഉപയോഗപ്രദമാക്കാനും പിന്നെ ഹെസർഗട്ട ഡാം വീണ്ടും റെജുവിനേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ റെഡി ആയിട്ടുണ്ട്. വരുമായിരിക്കും. അപ്പോൾ തിരിച്ചു വരാം. അങ്ങനെ കുറേ വണ്ടി കുന്നു കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. സംഭവം കുറച്ച് ഓഫ് റോഡ് തന്നെയാണ്. അങ്ങനെ തിരിച്ചു പോയി ഒരു മല കയറി നേരെ ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. ഇതിൻ്റെ അടുത്തും കുറേ ഓഫ് റോഡ് പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയും ഒന്ന് ഓടിച്ച് കയറ്റി. അങ്ങനെ അവിടെയും കുറേ കറങ്ങി, കുറേ സംസാരിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു. നിങ്ങളൊക്കെ പുഷ്പം പോലെ കയറാൻ ഞാൻ കഷ്ടപ്പെടുത്താലും കയറുന്നത്. ഇതിനേക്കാളും അക്രമ ബുദ്ധിമുട്ടാ. സെലീമിനെ കൊണ്ട് ഇപ്പൊ വണ്ടി എടുക്കും. 60 കിലോമീറ്ററിന് മേലെ എന്തിനാണ് നിങ്ങൾക്ക് മറ്റേ ഇത് പവർ സ്റ്റിയറിംഗ്? എന്റെ മോനെ നീ ഒന്ന് ഓടിച്ചു നോക്ക്. 60 കിലോമീറ്ററിന്റെ വണ്ടി തിരിക്കൂല്ലോ. അപ്പൊ നമ്മള് പോയിട്ട് അവിടെ 3 ദിവസം നിൽക്കുമ്പോ നമുക്ക് ഇതുപോലെ പുലിനും അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോഴാണ് പുതിയൊരു കാര്യത്തെ പറ്റി അറിഞ്ഞത്. വൈൽഡ് പോട്ട്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവാണിത്. ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാസ്പോർട്ട് സിസ്റ്റമാണ്. ഇൻ്റർനെറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. നിന്നെ കട്ടപ്പ അടിമയാക്കി കൂട്ടിയതല്ലേ നിന്നെ? നിങ്ങള് ഓനെ അടിമയാക്കി കൂട്ടിയതല്ലേ? വണ്ടി ഞാൻ ഓടിക്കും, പണി മുഴുവൻ നീ എടുക്കണം. കേരള മേലെ കേരള വണ്ടി എടുക്കണം, ബാഗ് എടുക്കണം.
പിന്നെ ഞങ്ങൾ ടെൻറ്റും വണ്ടിയും ഒക്കെ ആയിട്ട് സെറ്റായി. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. ലൈറ്റ് ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ കുക്കിങ്ങും സൊറവറച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. ക്യാമ്പിങ്ങിന് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പോകുന്നത് സ്ഥലങ്ങൾ അതിക്രമിച്ച് കയറിയിട്ടാണ്. അവിടുത്തെ പ്രദേശവാസികളോട് പ്രശ്നത്തിന് പോകരുത്. പിന്നെ ഈ സ്ഥലം നമ്മൾ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും വൃത്തിയിൽ വേണം നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഉണ്ടാവാനായിട്ട്. ദയവായി ഫുഡ് വേസ്റ്റ് അവിടെ കളയരുത്. പ്ലാസ്റ്റിക്കും പേപ്പറും ഒന്നും തന്നെ അവിടെ ഇട്ടിട്ട് വരരുത്. പിന്നെ നല്ല സൗണ്ടിൽ പാട്ട്, ഡാൻസ് ഒന്നും ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ അലമ്പാക്കരുത് എന്ന്. ശ്രദ്ധിക്കണം, വേസ്റ്റ് വളരെ വലിയൊരു പോയിൻ്റാണ്. അവിടെ കളഞ്ഞു വരരുത്. ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ഈ പ്രാവശ്യം നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു. അതൊക്കെ റെഡിയാക്കി. അപ്പോൾ തെയ്യം കുറേ കൂടി മാറി. ഒരു 5 കൊല്ലത്തിനുള്ളിൽ കുറേ കൂടി മാറി. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട്, എന്താ പറയുക, തീ വേണം. ഇങ്ങനെയുള്ള തെയ്യത്തിനാണ് ഭയങ്കര ആൾക്കാരുണ്ടാവുക. കാരണം എന്തും കാണാം. ഇപ്പോൾ കണ്ടനാക്കാട് എന്ന് പറഞ്ഞ തെയ്യമുണ്ട്. ആ തെയ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണ്. ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ തീയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു തെയ്യമാണ്. അങ്ങനെ രാവിലെയായി. സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്. പെട്ടെന്ന് തന്നെ എണീറ്റു. ഉദയം കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഡാമിൻ്റെ വെള്ളത്തിൽ സൂര്യൻ്റെ റിഫ്ലക്ഷനൊക്കെ ആയിട്ട് നല്ല കിടിലൻ ലുക്ക്. പിന്നെ ഡാം ബെഡിലേക്ക് വണ്ടി ഇറക്കാത്തതാവും നല്ലത്. ചിലപ്പോൾ കുഴിഞ്ഞു പോയാൽ പിന്നെ കുടുങ്ങും. ഈ വെള്ളം കുളിക്കാനോ കുടിക്കാനോ പറ്റിയതല്ല. അതുകൊണ്ട് അത് ചെയ്യരുത്. രാവിലെ നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി, ഇന്നലത്തെ ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി നല്ല ബ്രെഡും കൂട്ടി കഴിച്ചു. നമ്മളെ കാണാനൊരു മയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് കറങ്ങി നേരെ തിരിച്ചു വിട്ട് ബാംഗ്ലൂരിലേക്ക്, ബാക്ക് ടു റിയാലിറ്റി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.